ഹലോ ഡിയേഴ്സ്, ക്രിസ്മസ് പരീക്ഷാകാലമൊക്കെയാണ്. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈലമും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ തന്നെ മാക്രോ എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ഇവിടെ വരെ ഉള്ളൂ നമുക്ക് ക്രിസ്മസ് എക്സാമിന്. അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ബഡ്ജറ്റ് ഒക്കെ പബ്ലിക് എക്സാമിനാണ് വരുന്നത്. സോ ഈ ചാപ്റ്ററിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്കുകളുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ എക്സാമിന് ചോദിക്കുന്നതുമാണ്. അങ്ങനെ എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ചേഞ്ച് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഔട്ട്പുട്ട്. എപ്പോഴാണ് എ ഡി കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് എ ഡി കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, MPC കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇക്വിലിബ്രിയം ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ സിറ്റുവേഷൻ മക്കൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. എന്താണ്? ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ആകുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എ ഡി കർവിന് എന്ത് സംഭവിക്കുന്നു, ഇക്വിലിബ്രിയം ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എ ഡി കർവിന് എന്ത് സംഭവിക്കുന്നു, ഇക്വിലിബ്രിയം ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻവെസ്റ്റ്മെന്റും നല്ല ഫ്രണ്ട്സ് ആണ്. സോ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എന്തായിരിക്കും ചെയ്യുക, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ. അല്ലോ 45 ഡിഗ്രി ആംഗിളിലുള്ള ഒരു ലൈനാണ്. അത് 45 ഡിഗ്രി തന്നെ കൃത്യമായിട്ട് നാളെന്ന് വരയ്ക്കേണ്ടത്. ഇത് നടുക്കൂട് വരച്ചാൽ മതി, അത് ഏസ് ആയിക്കോളും. ഇനി എ ഡി എന്ന് പറയുന്നത് കണ്ടോ, വൈ ആക്സിസിൽ നിന്ന് കുറച്ച് മേലേക്ക് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 0 സ്റ്റാർട്ട് ചെയ്യാത്തത്? ബിക്കോസ് ഓഫ് ഓട്ടോണോമസ് കൺസപ്ഷൻ അല്ലെ. ഇൻകം 0 ആണെങ്കിലും നമ്മുടെ കൺസപ്ഷൻ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് എ ഡി കർവ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ വൈ ആക്സിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എസും എ ഡിയും കണ്ടു. എസും എ ഡിയും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. അവർ ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. അവിടെ നിന്നുള്ള ഇക്വിലിബ്രിയം ഇൻകം ആണ് വൈ സ്റ്റാർ എന്ന് മിസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് എ ഡി സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബ്ലാക്ക് കളറിൽ മിസ് വരച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ്. എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എ ഡി കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കണ്ടോ, എ ഡി കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എസ് അഗ്രിഗേറ്റ് സപ്ലൈക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, പുതിയ അഗ്രിഗേറ്റ് ഡിമാൻഡ് നിങ്ങൾക്ക് കാണാം AD2. ഇനി പുതിയ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് കാണാം E1. പുതിയ ഇക്വിലിബ്രിയം ഇൻകം കാണാം Y*2. പുതിയ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാം AD*2. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻവെസ്റ്റ്മെന്റ് കൂടിയപ്പോൾ എ ഡി കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി. അപ്പൊ ഇക്വിലിബ്രിയം ഇൻകത്തിന് എന്താ സംഭവിച്ചത്? ഇക്വിലിബ്രിയം ഇൻകവും കൂടി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എ ഡിയും കൂടുന്നു, അതുവഴി ഇക്വിലിബ്രിയം ഇൻകവും കൂടുന്നു എന്ന് പഠിച്ചു വെക്കുക. ഇനി സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ എ ഡി കർവും താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇക്വിലിബ്രിയം ഇൻകം എന്തായിരിക്കും ചെയ്യുക? ഇക്വിലിബ്രിയം ഇൻകം കുറയും. നമുക്ക് ഡയഗ്രാം നോക്കാം. അപ്പൊ മിസ് നോക്കിക്കേ, മിസ് ഇവിടെ ബ്ലാക്കിൽ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ എ ഡി, ഇത് ആദ്യത്തെ എസ്. ആദ്യത്തെ എസ് മാറുന്നൊന്നുമില്ല, അഗ്രിഗേറ്റ് സപ്ലൈ അതേപോലെ തന്നെ ഉണ്ടാവും. ഇവർ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം ഇൻകം. ഓക്കെ, കണ്ടോ ഇക്വിലിബ്രിയം കണ്ടോ, അത് ബ്ലാക്കിൽ തന്നെ വരച്ചേ അല്ലേ. ഇക്വിലിബ്രിയം കണ്ടോ? ഓക്കെ, അപ്പൊ ഇത് എ ഡി സ്റ്റാർ ആണ്, ഇത് എ ഡി സ്റ്റാർ ആണ്. സോ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടുപിടിച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് കുറയുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നെന്ന് പറയുമ്പോൾ എ ഡി കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. പുതിയ ഇക്വിലിബ്രിയം എവിടെ ഫോം ചെയ്തു? കണ്ടോ, ഇവിടെ എസ് ടച്ച് ചെയ്യുന്ന മക്കളെ, എ ഡി എസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. എവിടെ എ ഡി ആണ് ടച്ച് ചെയ്യുന്നത്? ഇവിടെയാണ് എ ഡി ടച്ച് ചെയ്യുന്നത്. ഇത് AD2 ആണ്. റെഡിൽ എഴുതണമെങ്കിൽ റെഡിൽ എഴുതാം. AD2 ആണ്. ഇവിടെയാണത് എ ഡി സ്റ്റാർ വരുന്നത്. കണ്ടോ, എ ഡി സ്റ്റാർ വരുന്നത്. വൈ സ്റ്റാർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വൈ സ്റ്റാർ കുറയുന്നു. സോ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എ ഡി കുറയുമ്പോൾ എ ഡി കർവ് താഴേക്ക് ഷിഫ്റ്റ് ആകും, എ ഡി സ്റ്റാറും കുറയും, ഇക്വിലിബ്രിയം ഇൻകവും കുറയും. സോ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡും പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് MPC എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഡിമാൻഡിലും ഔട്ട്പുട്ടിലും ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. MPC കൂടിക്കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡിന് എന്ത് സംഭവിക്കും? MPC കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾ കാണുന്ന സിറ്റുവേഷൻ MPC കൂടിയ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇത് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ആൻസർ കിട്ടും. MPC ഇപ്പൊ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വിലിബ്രിയം ഇൻകം കൂടും.
ഇപ്പൊ MPC 0.6 ആയിരുന്നു, അത് 0.8 ആക്കി മാറ്റിയാൽ ചിലപ്പം ഇക്വിലിബ്രിയം ഇൻകം 50 നിന്ന് 100 ആയിട്ട് കൂടും. ഒരു എക്സാമ്പിൾ പറയാണ്. അത് നിങ്ങൾ കണക്ക് ഓൾജിബ്രിക് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുക. ഡയഗ്രാം വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുക. MPCയുടെ സിറ്റുവേഷനിൽ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഫസ്റ്റ് അഗ്രിഗേറ്റ് സപ്ലൈ, അഗ്രിഗേറ്റ് ഡിമാൻഡ്. നിങ്ങൾ കാണുന്നുണ്ടോ? പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്, ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് E ആണ്. Y സ്റ്റാർ, AD സ്റ്റാർ ഒക്കെ കാണാം. നമ്മുടെ MPC കൂടുമ്പോൾ AD കർവ് മൊത്തമായിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല, സ്വിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഒറിജിൻ മാറുന്നില്ല. ഒറിജിനിൽ നിന്ന് എന്ത് ചെയ്യും? മുകളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ നിന്നും ഇങ്ങനെ സ്വിംഗ് ചെയ്യും മുകളിലേക്ക്. കണ്ടോ? AD2. അപ്പൊ ഇക്വിലിബ്രിയം, പുതിയ ഇക്വിലിബ്രിയം E1 ആണ്. പുതിയ അഗ്രിഗേറ്റ് ഡിമാൻഡ് AD സ്റ്റാർ 2, പുതിയ ഇക്വിലിബ്രിയം ഇൻകം Y സ്റ്റാർ 2. സോ MPCയിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ MPC കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ മൊത്തത്തിൽ ഷിഫ്റ്റ് ആകുന്നില്ല. എന്തേ മാറുന്നുള്ളൂ? ഒറിജിൻ മാറാതെ സ്വിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ MPC കുറയുകയാണെങ്കിലോ AD കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്താ? ഒറിജിൻ മാറുന്നില്ല. ഒറിജിൻ മാറാതെ AD കർവ് കണ്ടോ താഴേക്ക് ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ? AD2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ? ഇക്വിലിബ്രിയം ഇൻകം അവിടെ കുറഞ്ഞു. അതേപോലെ തന്നെ AD സ്റ്റാറും കുറഞ്ഞു. സെയിം ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ AD കൂടുന്നു, ഇക്വിലിബ്രിയം ഇൻകം കൂടുന്നു. ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ ADയും കുറയുന്നു, ഇക്വിലിബ്രിയം ഇൻകം കുറയുന്നു. MPCയിലും ആ സെയിം ചേഞ്ച് തന്നെയാണ്. MPC കൂടുമ്പോൾ ADയും കൂടുന്നു, ഇക്വിലിബ്രിയം ഇൻകവും കൂടുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് MPCയിൽ സ്വിംഗ് മാത്രമാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യും? മൊത്തത്തിലെടുത്ത് മേലേക്ക് പോകും. ഇവിടെ മിസ് ഒരു ടേബിളിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, MPC കൂടുമ്പോൾ, MPC ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ADയിൽ ഉണ്ടാകുന്ന എഫക്ട്? സ്വിങ്സ് അപ്വേർഡ് സ്വിംഗ്, മുകളിലേക്ക് സ്വിംഗ് ചെയ്യുന്നു. ഇക്വിലിബ്രിയം ADയിൽ എന്താ സംഭവിക്കുന്നത്? AD ഇൻക്രീസ് ചെയ്യുന്നു, ഇക്വിലിബ്രിയം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി MPC കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്വിങ്സ് ഡൗൺവേർഡ് അതല്ലെങ്കിൽ താഴേക്ക് സ്വിങ് ചെയ്യുന്നു, ഇങ്ങനെ ആടി മാറുന്നു. ഇനി ഇത് ഡിക്രീസ് ആണ്, AD ഡിക്രീസ് ആവുന്നു, ഇക്വിലിബ്രിയം ഇൻകം കുറയുന്നു. MPC കുറയുമ്പോൾ ഇത് രണ്ടും കുറയുന്നു മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയത്ത് ഷിഫ്റ്റ് അപ്വേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. നമ്മുടെ ഇക്വിലിബ്രിയം AD കൂടുന്നു, ഇക്വിലിബ്രിയം ഇൻകവും കൂടുന്നു. ഞാൻ നേരെ തിരിച്ച്, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന സമയത്ത് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. ADയും കുറയുന്നു, ഇക്വിലിബ്രിയം ഇൻകവും കുറയുന്നു. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കും, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബാധിക്കുന്നത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നതായിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.